രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ആർട്ട് ഓഫ് ലിവിംഗ് ചേലക്കരയുടെ 17ാമത് ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. പെങ്ങാനല്ലൂർ ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. സെപ്റ്റംബർ 8 മുതൽ 13 വരെ വൈകിട്ട് 5 മണി മുതൽ 8:30 വരെയാണ് ബാച്ച് നടക്കുക. സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ജയപ്രകാശിന്റെ ചേലക്കരയിലെ തുടർച്ചയായ 17ാമത്തെ ബാച്ചാണിത്. ബാച്ചിന്റെ നോട്ടീസ് പ്രകാശനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഒരു അടുക്കം ചിട്ടയില്ലാത്ത ഒരു ജീവിതമാണ് പൊതുപ്രവർത്തനവും. അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ് ഉണ്ടോ, അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. അപ്പോൾ എനിക്കതിൽ കുറ്റബോധമൊന്നും. അപ്പോൾ അങ്ങനെ ചെയ്യാമില്ല. പക്ഷെ ഒരുപാട് സ്ട്രെസ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ ഒരു ചെറിയ പൊടിക്കൈ കണ്ടുവച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ പറയേണ്ടി വരും. ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ കേൾക്കാനും ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ രണ്ട് കാലില് 2 തള്ളവരല് അവിടെ നോർത്തി ശ്വാസം കണ്ട് വലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഞാൻ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ എന്റെ 2 കൈയും നേരെ പിന്നിലേക്ക് ഇട്ട് പിന്നെ അങ്ങനൊരു 7 പ്രാവശ്യം. അതോടുകൂടി എന്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞ് മുറുക്കി ഒരു ഭയങ്കര ഫ്രഷായി. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും അതങ്ങോട്ട് പെട്ടെന്ന് ഞാൻ മനസ്സിൽ കാണിച്ചു തരാം. എനിക്ക് മടിയൊന്നും രണ്ട് ഈ ഷർട്ടുമുണ്ടൊക്കെ കാരണം പനീനെ ഈസി. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 21 പ്രാവശ്യം വരെ അത് അല്ലാതെ മൊത്തം ഒരു എന്തായാലും എനിക്ക് ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ അത് വേണ്ടതാണ്. ഇപ്പൊ ഈ നാട് നമുക്ക് നല്ല മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും കുടുംബജീവിതം നയിക്കാനും ഒക്കെ ദൈർഘ്യമേറിയ ജീവിതവും നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് ജയദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബ്രോഷർ പ്രകാശനം ഞാൻ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ചേലക്കര മേഖലാ പ്രസിഡന്റ് പി കെ ജയറാം അധ്യക്ഷനായി. പക്ഷെ ഇത്ര ആൾക്കാരെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുക 17ാമത്തെ ബാച്ച് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പോ ഒരു 1000-ൽ മീതെ ഞങ്ങൾക്ക് നല്ലൊരു സാറേ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഗംഭീരമായിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ച് ചേലക്കരയിലാണ്. അപ്പോ അതിന്റെ തുടർച്ചയായിട്ട് 17ാമത്തെ ബാച്ച് ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇനി വെങ്ങാനല്ലൂർ വേണം എന്ന് പറയുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു. പിന്നെ ഗോപിയേട്ടന്റെ കൂടിയിട്ട് ഒരു ദിവസം വീട്ടിൽ വന്ന് നമുക്ക് ചില ആദരവും കാര്യങ്ങളും തന്നു. അപ്പൊ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു അത്. പൊതുപ്രവർത്തകൻ ഗോപി ചക്കുന്നത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജീവിതയാത്രയിൽ നമ്മൾ പലതും നേടുന്നു, പലതും നമ്മൾ വെട്ടിപ്പിടിക്കുന്നു, പലതും നേടുന്നു, ബലം പിടിച്ചുണ്ടാക്കുന്നു, പല ജ്ഞാനം കിട്ടുന്നു. നമുക്ക് ആ സത്യം അറിയാം, ഇതൊന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാതെ എങ്ങനെയാണോ നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നത് അങ്ങനെ തന്നെ തിരിച്ചു പോകേണ്ട ആളുകളാണ്. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇതിനെല്ലാം വേണ്ടി നമ്മൾ ഓടിക്കൂട്ടുന്നത്? കാരണം എല്ലാവർക്കും തിരക്കാണ്, ടെൻഷനാണ് ജീവിതം മുഴുവൻ. എനിക്ക് ഞാൻ ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ആഴ്ചകളും ദിവസങ്ങളൊന്നും കഴിഞ്ഞു പോകാൻ അറിയാത്ത ഒരാളാണ്. ഞാൻ 10-30 വർഷമായിട്ട് വിവാഹം കഴിച്ചു. ഇന്നേ വരെ എന്റെ ഒരു വിവാഹ വർഷം ആഘോഷിച്ചിട്ടില്ല. എന്റെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മളൊരു ഓട്ടത്തിലാണ്, ജീവിതത്തിന്റെ ഒരു ഓട്ടത്തിലാണ്. പക്ഷെ എവിടെയാണ് ആ ഓട്ടം എത്തുന്നത് ഇന്നേ വരെ ലോകത്തിൽ ഒരു ആധുനിക ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസാന അന്ത്യം ഏത് നിമിഷം എങ്ങനെ എവിടെ എപ്പോൾ എന്ന് കണ്ടുപിടിപ്പിക്കപ്പെട്ട ഒരു ശാസ്ത്രവും ഇന്നേ വരെ ലോകത്തിലുണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സ്, ഞാൻ എന്റെ ജീവിതകാലത്ത് ഏകദേശം ഒരു 10-60 രാജ്യങ്ങളോളം കണ്ടിട്ടുണ്ട്, കൂടുതൽ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. നീണ്ട യാത്രയിൽ വിവാഹത്തിന് ശേഷം ഒരുപാട് ലോകങ്ങൾ യാത്ര ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് കൊണ്ട് അതൊക്കെ എനിക്ക് ചിന്തിക്കണമെങ്കിൽ
നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത അത്. ഇപ്പൊ ഈ നിമിഷം കൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കാം, ഞാൻ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി എന്റെ മനസ്സിൽ കാണാനും ഞാൻ ഏതൊക്കെ ഹോട്ടലിൽ താമസിച്ചു എന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ഈ മനസ്സിന്റെ പവർ. ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അതിനെല്ലാം വേഗത്തിൽ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട എല്ലാ ശാസ്ത്രത്തെക്കാളും വലുതാണ് നമ്മുടെ മനസ്സ്. ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഏത് ഗോളത്തിൽ വേണമെങ്കിൽ പോയി, ഏത് ഗ്രഹത്തിൽ വേണമെങ്കിൽ പോയി, എവിടെ വേണമെങ്കിലും ആ മനസ്സിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? അതാണ് ജീവിത വിജയം. ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ പരിമിതി തുലവും തുച്ഛമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നു, ഇത്തരം പരിപാടികളെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിൽ ആത്മസംതൃപ്തി കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പരിപാടികളാണ്. അദ്ദേഹം അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ കമ്മിറ്റി അംഗം വിനോദ്, ചേലക്കര മേഖലാ സെക്രട്ടറി ജൂജു, സീനിയർ മെമ്പർമാരായ ജോൺ മാസ്റ്റർ, രവീന്ദ്രൻ, യോഗാധ്യാപകൻ മധുസൂദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് നമ്പ്യാത്ത്, സരിത പ്രഭാകരൻ, പ്രിയ മനോജ്, ഫോറസ്റ്റ് ഓഫീസർ ജുനിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓരോരുത്തരുടെ മുഖത്തൊക്കെ എന്താ ഐശ്വര്യം. അപ്പൊ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ഗുണാണല്ലോ അത് എല്ലാം കാണുന്നത്. ഇപ്പൊ ഗോപാൽജി നേരത്തെ പറഞ്ഞു, പിന്നെ അദ്ദേഹമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുട്ടിക്കാലത്തായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ വൈകുന്നേരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോ സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം ചിലപ്പോ കൈകൊണ്ട് കാണിക്കുകയാണ്. നമുക്കൊന്നും പറ്റില്ല. ഈ രണ്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നത് സംസാരത്തിന്റെ ഇടയിൽ ചെയ്യാണ്. അതുപോലെ കാലിന്റെ തള്ളവിരൽ ഇങ്ങനെ കിടക്കട പൊട്ടിക്കും. അപ്പൊ അത് കുട്ടിക്കാലത്ത് കളരി പഠിച്ചിട്ടുള്ള ആളാണ്, അത് മനസ്സിലായി. അപ്പൊ അദ്ദേഹം അതാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന് എന്നും ആ ചെറുപ്പം നിലനിൽക്കുന്നത്. ഇപ്പൊ 2015 ഞങ്ങൾ ഒരുമിച്ച് മെമ്പറായിരിക്കുന്ന സമയത്ത് മോഹൻദാസ് സാറിനൊക്കെ അന്നും ഈ കാണുന്ന പോലെയാണ്, ഇപ്പോഴും ഇതേപോലെയാണ്. അപ്പൊ ഇതെന്തായാലും പിന്നെ നമ്മുടെ ഗുരുജിയുടെ ഈ ആശയം അത് സമൂഹത്തിലേക്ക് കുറച്ചുകൂടി പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതൊരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ വിധത്തിലുള്ള സമൂഹത്തിലേക്ക് തന്നെ ബോധവൽക്കരണം കൊടുക്കാൻ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ യോഗയെ കുറിച്ചൊന്നും പറയാനുള്ള ആധികാരികതയൊന്നും എനിക്കില്ല. കാരണം എന്നേക്കാൾ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ മുന്നിലിരിക്കുന്നവര്. അപ്പൊ ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഈ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മുൻജന്മങ്ങളിലും അങ്ങനെ അല്ലെ, ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം നമ്മൾ നേടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ കുറച്ച് കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മനുഷ്യർ. മറ്റു ജീവജാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകളെല്ലാം ആയിട്ടാണ് പ്രകൃതി നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൊച്ചു മനുഷ്യ ജന്മത്തില് നമുക്ക് ഒരുപാട് തിരക്കുകളാണ്. ഇപ്പോൾ ദിവസങ്ങൾ ഓടിപ്പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എത്തുമ്പോൾ തോന്നും എത്ര വേഗം ഒരാഴ്ച കടന്നുപോയത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. തിങ്കളാഴ്ച സ്കൂൾ കഴിഞ്ഞ്, നമ്മളിപ്പോൾ കുട്ടികളുള്ള കാരണം കൊണ്ട് തിങ്കളാഴ്ച സ്കൂൾ തുടങ്ങി വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഇത്ര വേഗം ഒരാഴ്ച കഴിഞ്ഞോ എന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിൽ വരാറുണ്ട്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, അതാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതായത് ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനം. അതോടൊപ്പം തന്നെ മനസ്സമാധാനം. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം, തോന്നൂർക്കര. ഫോൺ 9447 062266.